നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് അഥവാ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന പാഠഭാഗമാണ്. അപ്പോ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. മാനവ ചരിത്രത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ അഥവാ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. മത്സര പരീക്ഷകൾക്കായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാ പോയിന്റ്സും നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അധ്യായത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് സ്റ്റോൺ ഏജ് അഥവാ എന്താണ് ശിലായുഗം എന്ന് പറയുന്നത്? അതായത് ആദിമ മനുഷ്യർ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമായി ഉപയോഗിച്ച ഉപകരണം അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്നത് കല്ലായിരുന്നു. കല്ല് അല്ലെങ്കിൽ ശില. അപ്പോ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില അല്ലെങ്കിൽ കല്ല്. അപ്പോ ഇങ്ങനെ ശില വെപ്പണായിട്ട് അല്ലെങ്കിൽ ആയുധമായി ഉപയോഗിച്ച കാലഘട്ടമാണ് ശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. സോ ഇവിടെ വരുന്ന ചോദ്യം, which weapon or tool is used by early men to defend themselves from wild animals and to collect food? അതായത് ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമായി ആദിമ മനുഷ്യൻ ഉപയോഗിച്ച ഉപകരണം അല്ലെങ്കിൽ ആയുധം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ശില അല്ലെങ്കിൽ കല്ല്. അപ്പൊ ഇനി ശിലായുഗം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിമ മനുഷ്യൻ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമായി കല്ല് അല്ലെങ്കിൽ ശില ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ the period in which early men used stone as their weapon to collect food and to defend themselves from wild animals is known as Stone Age. Then അതിപ്പോ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. Then next point, പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്. എന്താണ് പാലിയോലിത്തിക് ഏജ് ഓർ പ്രാചീന ശിലായുഗം? The period in which rough stones were used as tools and weapons is called Paleolithic Age or Old Stone Age. അതായത് ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നത്. ഇനി അതായത് അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. പ്രാചീന ശിലായുധങ്ങൾ എന്ന് പറയുന്നത് റഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ പരുക്കൻ കല്ലുകളായിരുന്നു. ഇനി അന്നത്തെ മനുഷ്യര് ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത്. They lived in caves and ate fruits and tubers and meat of hunted animals. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവുമാണ് അവർ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത്. അക്കാലത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് അപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യം വരാം, in which age or in which period fire was invented? ഏത് കാലത്താണ് മനുഷ്യൻ ആദ്യമായി തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? പാലിയോലിത്തിക് ഏജ് ഓർ പ്രാചീന ശിലായുഗം. ഇനി മനുഷ്യൻ ആയുധങ്ങളായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടം ഏത്? അതെന്താണ് ഉത്തരം? പ്രാചീന ശിലായുഗം. The age in which humans used or early men used rough stones as their tools and weapons. ഏതാണ് ഉത്തരം? പാലിയോലിത്തിക് ഏജ്. അതല്ല ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ദാറ്റ് ഇസ് പാലിയോലിത്തിക് ഏജിന്റെ മറ്റൊരു പേരാണ് ഓൾഡ് സ്റ്റോൺ ഏജ്. ഇനി നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ച വെപ്പൺസ് എങ്ങനെയുള്ളതായിരുന്നു? നന്നായി മിനുസപ്പെടുത്തിയതായിരുന്നു. അതുപോലെ തന്നെ മൂർച്ചയുള്ളവയായിരുന്നു. സോ നിയോലിത്തിക് വെപ്പൺസ് ആർ ഷാർപ്പർ ആൻഡ് പോളിഷ്ഡ്. അപ്പൊ എന്താണ് നിയോലിത്തിക് ഏജ് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? The period in which polished stones were used as tools is known as Neolithic age. മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം. നിയോ എന്ന വേർഡിന്റെ അർത്ഥം ന്യൂ എന്നാണ്. ന്യൂ എന്ന് വെച്ചാൽ പുതിയത്. ലിത്തിക് ഓൾറെഡി പറഞ്ഞു, റിലേറ്റഡ് ടു ദ ടേം സ്റ്റോൺ. അപ്പോ നിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സ്റ്റോൺ ഏജ് ആണ് അഥവാ നവീന ശിലായുഗം. ഇനി അന്ന് എന്തായിരുന്നു പ്രത്യേകതകൾ മനുഷ്യ ജീവിതത്തിന്റെ? അവര് കൃഷി ആരംഭിച്ചു, വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. കൃഷി ആരംഭിച്ചപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കണമെന്നായി. അപ്പോ വാസസ്ഥലങ്ങൾ അവർ നിർമ്മിച്ചു. പെർമനന്റ് സെറ്റിൽമെന്റ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, മൃഗപരിപാലനം തുടങ്ങി. കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചക്രം ആദ്യമായി ഉപയോഗിച്ചു. അപ്പോ ഇവിടെ വരുന്ന ചോദ്യമാണ്, ചക്രം, മനുഷ്യൻ ആദ്യമായി ചക്രം ഉപയോഗിച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നിയോലിത്തിക് ഏജ്. In which age
ഹ്യൂമൻസ് അല്ലെങ്കിൽ ഏർലി മെൻ യൂസ്ഡ് വീൽസ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. ആദ്യകാലത്ത് മനുഷ്യര് ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് കുട്ടയുടെ മുകളിൽ മണ്ണൊക്കെ പൊത്തി വെച്ചിട്ടായിരുന്നു. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തിട്ട് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത് വരുന്നുണ്ട്. ആ ഏജുകളിൽ അവർ പഠിച്ചു. അപ്പൊ ഇവിടെ വരുന്ന ചോദ്യങ്ങളാണ്, കൃഷി ആരംഭിച്ചത്, മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗം. മനുഷ്യൻ ചക്രം ഉപയോഗിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗം. സ്ഥിരമായി വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങിയത്, മൃഗപരിപാലനം തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവീന ശിലായുഗം. അതായത് ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മാനവ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ വന്ന കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെക്കുക. അതായത് പ്രാചീന ശിലായുഗത്തില് അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകളാണ് ആയുധങ്ങളായി ഉപയോഗിച്ചത്. മൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണം ശേഖരിച്ചിരുന്നു. അതായത് കായ്കനികളും കിഴങ്ങുകളും മറ്റും ശേഖരിച്ചു. then നാടോടികളായിരുന്നു. അവരൊരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നവരായിരുന്നില്ല. തീയുടെ ഉപയോഗം അറിയാമായിരുന്നു. വളരെ important ആണ്. തീ ഉപയോഗിച്ചത് ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യൻ കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്, ഓൾഡ് സ്റ്റോൺ ഏജ്. ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. ഇനി നവീന ശിലായുഗം അഥവാ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ഏതാണ്? നിയോലിത്തിക് ഏജ്. അവിടെ ഉപയോഗിച്ച ആയുധങ്ങൾ മൂർച്ചപ്പെടുത്തിയതും മിനുസപ്പെടുത്തിയതുമായിരുന്നു. ഇനി ആയുധങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിച്ചു. കൃഷി ആരംഭിച്ചു. കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? In which age or in which period agriculture started? Agriculture started in which period എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നവീന ശിലായുഗം. മൃഗങ്ങളെ ഇണക്കി വളർത്തി, മൺപാത്രങ്ങൾ നിർമ്മിച്ചു, ചക്രങ്ങൾ ഉപയോഗിച്ചു, സ്ഥിരമായി ഒരിടത്ത് താമസിച്ചു. കൃഷി ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ഥിരമായി ഒരിടത്ത് താമസിക്കേണ്ടി വന്നു. അങ്ങനെ അവർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു, സമൂഹ ജീവിതം ആരംഭിച്ചു, മൃഗങ്ങളെ ഇണക്കി വളർത്തി, മൺപാത്രങ്ങൾ നിർമ്മിച്ചു. അപ്പൊ ഇതൊക്കെ നവീന ശിലായുഗത്തില് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നവീന ശിലായുഗ വിപ്ലവം എന്നാണ് പറയാറുള്ളത്. then next is താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. എന്താണ് താമ്രശിലായുഗം? അതായത് നമ്മൾ പഠിച്ചു പ്രാചീന ശിലായുഗത്തിലും നവീന ശിലായുഗത്തിലും മനുഷ്യർ കല്ലുകൾ അല്ലെങ്കിൽ സ്റ്റോൺസ് ആയിരുന്നു അവരുടെ വെപ്പൺസ് ആയിട്ട് ഉപയോഗിച്ചത്. then താമ്രശിലായുഗത്തില് എന്ത് കണ്ടെത്തി? കോപ്പർ കണ്ടെത്തുകയും അത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. വെപ്പൺസ് ആയിട്ട് അല്ലെങ്കിൽ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കല്ലുകളുടെ ഒപ്പം കോപ്പറും ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് ചാൽക്കോലിത്തിക് ഏജ് അഥവാ കോപ്പർ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഇവിടെ ലിത്തിക് സ്റ്റോൺ ആണ്, ചാൽക്കോലിത്തിക് എന്ന് പറയുമ്പം കോപ്പർ സ്റ്റോൺ ഏജ് ആണ്. അപ്പൊ ചാൽക്കോലിത്തിക് ഏജിന്റെ മറ്റൊരു പേര് എന്താണ്? കോപ്പർ സ്റ്റോൺ ഏജ്. ഇനി ഇവിടെ എന്താണ്? ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം. ചെമ്പിന്റെ പേര് തന്നെയാണ് താമ്രം. അപ്പൊ ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന് അറിയപ്പെടുന്നത്. അവർക്ക് സ്റ്റോൺസിനെ അപേക്ഷിച്ച്, കല്ലുകളെ അപേക്ഷിച്ച് കോപ്പറിന് ഉണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കോപ്പർ വാസ് ഈസിയർ ടു ഷാർപ്പൻ ആൻഡ് മൗൾഡ് ആൻഡ് വാസ് കൺവീനിയന്റ് ടു യൂസ്. അതായത് പെട്ടെന്ന് തന്നെ കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരുന്നു ചെമ്പ്. അപ്പൊ അതുകൊണ്ട് അന്ന് അവര് കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. ഇപ്പൊ നമ്മൾ 3 യുഗങ്ങളെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് പഠിച്ചത് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. then പഠിച്ചു നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം. then ഇപ്പോ താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. വാട്ട് is next? വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്. എന്താണ്? The age in which bronze was widely used to make weapons and tools is called Bronze Age. അതായത് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലമാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ്, വെങ്കലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് മനുഷ്യൻ ഈയം കണ്ടെത്തി. ഈയം എന്ന് പറഞ്ഞാൽ എന്താ? ടിന്ന്. and they learned to mix copper with tin to produce the alloy called bronze.
which was harder than copper. അതായത് മനുഷ്യൻ ഈയം കണ്ടെത്തി, പിന്നെ അവര് ഈയവും ചെമ്പും കൂടെ ഉരുക്കി ചേർത്ത് വെങ്കലം അഥവാ ഓട് എന്ന ലോഹസങ്കരം നിർമ്മിക്കാമെന്ന് കണ്ടെത്തി. വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു. അപ്പൊ ആയുധം ഉണ്ടാക്കാൻ വെങ്കലം അല്ലെങ്കിൽ ഓട് ഉപയോഗിച്ചു. ആ യുഗത്തിനെയാണ് വെങ്കല യുഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാവുന്നത്, the alloy bronze is made up of, ഏതാണ്? കോപ്പർ ആൻഡ് ടിൻ. നമുക്കറിയാം കോപ്പറിന്റെ ലാറ്റിൻ നാമം കുപ്രമാണ്, സിമ്പൽ Cu ആണ്. അപ്പൊ അതിലത്തെ Cu എടുക്കുക. ടിന്നിന്റെ ലാറ്റിൻ നാമം സ്റ്റാനം എന്നാണ്, അതിന്റെ സിമ്പൽ Sn ആണ്. ഇതിലത്തെ Ti എന്നുള്ള വേർഡ് തൽക്കാലത്തേക്ക് എടുക്കുക, ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പത്തിനാണ് പറയുന്നത്. അപ്പൊ Cu ആൻഡ് Ti കൂട്ടിയിട്ട് കുട്ടി എന്ന് ഓർത്ത് വെക്കുക. ബ്രോൺസില് ബ്രോ എന്ന് ഓർത്ത് വെക്കുക. കുട്ടി ബ്രോ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രോൺസില് അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കോപ്പറും ടിന്നുമാണെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഇത് ബ്രാസുമായിട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ചള, ബ്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് അല്ലെങ്കിൽ വെങ്കലം. ബ്രാസിലുള്ള മൂലകങ്ങള് കോപ്പറും അതുപോലെ സിങ്കുമാണ്. അതായത് അവിടെ കോപ്പറിന് വേണമെങ്കിൽ CO കോപ്പറിന്റെ എടുത്തിട്ട് സിങ്കിന്റെ ZIയും എടുത്തിട്ട് കോസി ബ്രാസ് ആണ്, കുട്ടി ബ്രോൺസ് ആണ്. അതായത് കുട്ടി ബ്രോ എന്ന് ഓർത്തു കഴിഞ്ഞാൽ തെറ്റില്ല. ഇനി വെങ്കല യുഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷി മെച്ചപ്പെട്ടു, പുതിയ കാർഷികോപകരണങ്ങൾ ഉപയോഗിച്ചു, ദാറ്റ് ഇസ് യൂസേജ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ടൂൾസ്. പിന്നെ അധികമുള്ള ധാന്യങ്ങൾ ശേഖരിക്കുകയും കൈമാറ്റം ആരംഭിക്കുകയും ചെയ്തു. അതായത് കൃഷി മെച്ചപ്പെട്ടപ്പം ധാന്യങ്ങളൊക്കെ ഒരുപാടുണ്ടായി, അതൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ അധികമുള്ള ധാന്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് സ്റ്റാർട്ടഡ്. കൈമാറ്റ കേന്ദ്രങ്ങൾ രൂപം കൊണ്ടു, അതായത് പബ്ലിക് എക്സ്ചേഞ്ച് സെന്റേഴ്സ് സ്റ്റാർട്ടഡ്. പിന്നെ മറ്റ് ജോലികളിലും മനുഷ്യൻ ഏർപ്പെടാൻ തുടങ്ങി. ഏതൊക്കെയായിരുന്നു? കാലി വളർത്തൽ, മൺപാത്ര നിർമ്മാണം, ഇഷ്ടിക നിർമ്മാണം, ലോഹപ്പണി, ആഭരണ നിർമ്മാണം എന്നിവയൊക്കെ ആരംഭിച്ചു. then കച്ചവടങ്ങളൊക്കെ വികസിച്ചു. കടലിലൂടെ ആയാലും കരയിലൂടെ ആയാലുള്ള കച്ചവടങ്ങള്, that is trade, means of trade developed. then ഗതാഗതം വികസിച്ചു, means of transportation also developed. ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. systems of administration were also formed. എഴുത്തുവിദ്യ രൂപപ്പെട്ടു, that is invention of art of writing. അപ്പൊ വെങ്കല യുഗത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എഴുത്തുവിദ്യ രൂപപ്പെട്ടത്. അപ്പൊ ചോദിക്കാം, ഏത് കാലഘട്ടത്തിലാണ് എഴുത്തുവിദ്യ രൂപപ്പെട്ടത്? ഏത് കാലഘട്ടത്തിലായിരുന്നു? ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗത്തിലായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വെങ്കല യുഗത്തിൽ നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു. റിവർ വാലി സിവിലൈസേഷൻസ് ഫ്ലറിഷ്ഡ് ഇൻ ദ ബ്രോൺസ് ഏജ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏത് കാലഘട്ടത്തിലാണ് നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചത്? വെങ്കല യുഗം. അതായത് ഇൻ വിച്ച് പീരീഡ് റിവർ വാലി സിവിലൈസേഷൻസ് ഫ്ലറിഷ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോൺസ് ഏജ് ആണ് ഉത്തരം. അതായത് മുന്നേ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം, അതായത് കൃഷി വികസിക്കുകയും കച്ചവടം, ഗതാഗതം ഇതൊക്കെ വികസിച്ചു വന്നപ്പം എന്താണ്, ജലസേചനം ഇതെല്ലാം വികസിച്ചു വന്നപ്പം റിവർ വാലി അതായത് നദീതടങ്ങളിൽ ആൻഷ്യന്റ് സിറ്റീസ് ഡെവലപ്ഡ്. ഇത് അതായത് പ്രാചീന നഗരങ്ങൾ വികസിച്ചു വരികയും അത് നദീതട സംസ്കാരങ്ങളുടെ കേന്ദ്ര സ്ഥലങ്ങളാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഉണ്ടായ നദീതട സംസ്കാരങ്ങള് ബ്രോൺസ് ഏജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മേജർ സിവിലൈസേഷൻസ് അല്ലെങ്കിൽ നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്, പ്രധാന നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക: മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് ആൻഡ് ഹാരപ്പൻ. അതായത് സംസ്കാരങ്ങൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹരപ്പൻ സംസ്കാരം എന്നിവയായിരുന്നു വെങ്കല യുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങൾ. ഇവിടെ പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ഹരപ്പൻ സംസ്കാരം മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇനി പഠിക്കാനുള്ളത്, ശ്രദ്ധിക്കുക. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അഥവാ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മെസപ്പൊട്ടേമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്.
മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം. The meaning of Mesopotamia, the land between rivers. It is now in Iraq. ഈ പ്രദേശം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഇറാഖ്. ഇമ്പോർട്ടന്റ് ആണ്. Then എവിടെയാണ് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്? ഏത് നദീതടങ്ങളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. That is, the Mesopotamian civilization flourished in the valleys between the Euphrates and Tigris rivers. മൂന്നും important point ആണ്. Then the cuneiform script evolved in Mesopotamia. Cuneiform ലിപി നിലനിന്നിരുന്നത് എവിടെയാണ്? ചോദ്യമാണ്. മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയയിലാണ് cuneiform ലിപി അഥവാ cuneiform script നിലനിന്നിരുന്നത്. ഇനി cuneiform is one of the oldest known scripts. It was developed in the region of Sumer. The script is represented by wedge-shaped pictographic marks on clay tablets. Important ആണ്. അതായത് ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപി ഏതാണ്? ഏത് ലിപിയാണ് ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപി? ഓപ്ഷൻസ് തരാം. അതിന്റെ ഉത്തരം എന്താണ്? ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി എങ്ങനെയാണ്? ആപ്പിന്റെ രൂപത്തിലാണ്. ദാറ്റ് ഇസ് വെഡ്ജ് ഷേപ്ഡ് ആണ്. ഇനി ക്യൂണിഫോം ലിപിയുടെ എഴുത്ത് പ്രതലം എഴുതിയിരുന്നത് എങ്ങനത്തെ പ്രതലത്തിലായിരുന്നു? കളിമൺ പാളികളിലായിരുന്നു. അതായത് ക്ലേ ടാബ്ലറ്റ്സ്. അപ്പൊ കളിമൺ പാളികളില് എങ്ങനെയായിരുന്നു? വെഡ്ജ് ഷേപ്ഡ്, ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് ആരംഭിച്ചത് എവിടെയാണ്? സുമേറിലാണ്. സുമേറിലാണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോൺ സ്ക്രിപ്റ്റ്സ്. പുരാതനമായ എഴുത്തുലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സിഗുറാറ്റ്സ് ആർ ദ മേജർ റിമെയിൻസ് ഓഫ് ദിസ് സിവിലൈസേഷൻ. അതായത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏത് സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ? മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഇനി എന്താണ് സിഗുറാത്തുകൾ? സിഗുറാത്തുകൾ എന്ന് പറയുന്നത് they were temple complexes and the walls of the ziggurats were built of burned bricks. അതായത് സിഗുറാത്തുകൾ എന്ന് പറയുന്നത് ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെയും ഒരു ചോദ്യമുണ്ട്. അതായത് ഏത് സിഗുറാത്ത് ആണ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്? ഏതാണ്? ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ആണ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്. അതായത് which ziggurat is still preserved? ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the ziggurat in the city of Ur. അപ്പൊ ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് ഇതിന്റെ പുറംഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ടെമ്പിൾ കോംപ്ലക്സസ് ആണ് അഥവാ ദേവാലയ സമുച്ചയങ്ങളാണ്. ഏത് സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരം അഥവാ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സംസ്കാരം അഥവാ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഏത് നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്? നൈൽ നദീതടത്തില്. സോ ഇൻ വിച്ച് റിവർ വാലി ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്? ഏതാണ്? റിവർ നൈൽ. ദെൻ വിച്ച് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ? നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈജിപ്തിനെയാണ്. നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈജിപ്തിനെയാണ്. ഇനി ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി. The script that was developed in Egypt is called as hieroglyphics. ഇനി എന്താണ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ പ്രത്യേകത? ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തതാണ് ഈ ലിപി. അതായത് സിംബൽസും ലെറ്റേഴ്സും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ ലിപി. ഇത് എഴുതിയിരുന്ന പ്രതലം എന്ന് പറയുന്നത് തടിയും പാപ്പിറസുമാണ് ഇത് എഴുതുവാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രതലം. അതായത് this hieroglyphic script is commonly written on papyrus and wood. പാപ്പിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈൽ നദീതീരത്ത് ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ് പാപ്പിറസ്. ഇത് ഉപയോഗിച്ചിട്ടാണ് പേപ്പർ ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്നത്. പേപ്പർ ആദ്യമായി ഉപയോഗിച്ചതും ഈജിപ്തുകാരാണ്. ദെൻ പിരമിഡുകൾ. എന്താണ് പിരമിഡുകൾ? ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ദാറ്റ് ഈസ് ദ പിരമിഡ്സ് ആർ ദ ടോംസ് ഓഫ് ഫറവോസ്, ദ റൂളേഴ്സ് ഓഫ് ഈജിപ്ത്. അപ്പൊ ഈജിപ്തിലെ ഭരണാധികാരികളെ പറയുന്ന പേരെന്താണ്? ഫറവോ. ഫറവോമാരാണ് ഈജിപ്തിലെ
ഭരണാധികാരികൾ. ഇനി ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് ഏതാണ്? ഗിസയിലെ പിരമിഡ് ആണ്. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡ് ആണ്. അത് നിർമ്മിച്ചത് കുഫു രാജാവാണ്. So the biggest pyramid is the one at Giza, built by the pharaoh of Khufu. പിരമിഡിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. They are the tombs of pharaohs, the rulers of Egypt. ചൈനീസ് സംസ്കാരം അഥവാ the Chinese civilization. എന്താണ്? Chinese civilization flourished in the Huanghe River Valley. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഏത് നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്? ഏത് നദീതടത്തിലാണ്? ഹൊയാങ്ഹോ നദീതടത്തിൽ. ഹൊയാങ്ഹോ റിവർ വാലി. ഇനി it is remarkable that the Chinese pictographic script formed in the Bronze Age exists even today with some changes. അതായത് വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. അപ്പോ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്ന ചൈനീസ് ലിപി ഏത് യുഗത്തിലാണ് ആദ്യമായി രൂപപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വെങ്കല യുഗത്തിൽ. അതായത് വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. പിന്നെ വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. ഇത് ഒരു ചൈനീസ് ബ്രോൺസ് സ്കൾപ്ചർ ആണ്. അതായത് ഇങ്ങനെയുള്ള പ്രതിമകൾ സ്കൾപ്ചേഴ്സ് നിർമ്മിക്കുന്നതിൽ, വെങ്കല പ്രതിമകൾ നിർമ്മിക്കുന്നതിൽ, ബ്രോൺസ് സ്കൾപ്ചേഴ്സ് നിർമ്മിക്കുന്നതിൽ അവര് ചൈനീസുകാര് വിദഗ്ധരായിരുന്നു. ദ ഹരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹരപ്പൻ സംസ്കാരം. അപ്പോ ഏത് നദീതടത്തിലാണ് ഹരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്? ഇൻ വിച്ച് റിവർ വാലി ദ ഹരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ് അഥവാ സിന്ധു നദീതടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹരപ്പൻ സിവിലൈസേഷന് വേറൊരു പേരുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. വിച്ച് ആർ ദ മേജർ സൈറ്റ്സ് ഓഫ് ദിസ് സിവിലൈസേഷൻ? ഈ സിവിലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള സൈറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. Then, town planning was a striking feature of the Harappan civilization. ഹരപ്പൻ സിവിലൈസേഷന്റെ ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ അല്ലെങ്കിൽ അവരുടെ നഗരാസൂത്രണം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതായിരുന്നു. അത്രയും മികച്ചതായിരുന്നു. ഇനി the thoroughfares, drainage system, granaries, trade centers, multi-storied houses made of burned bricks, etc. astonish even the modern world. അതായത് അക്കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഹരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. The Harappan people were familiar with the art of writing. Then, which are the major cities of the Indus Valley civilization? മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ ആൻഡ് ലോഥാൽ. അതായത് മോഹൻജദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോഥാൾ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഗ്രേറ്റ് ബാത്ത്. ദ ഗ്രേറ്റ് ബാത്ത് is one of the important remains of the Harappan civilization. It is situated in മോഹൻജദാരോ. അതായത് ഈ ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മഹാസ്നാനഘട്ടം. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകൾ അല്ലെങ്കിൽ റിമെയിൻസ് ആണ് എന്ത്? ദ ഗ്രേറ്റ് ബാത്ത്. ഇത് എവിടെയാണ് ഈ ഗ്രേറ്റ് ബാത്ത് ഉള്ളത്? ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ മോഹൻജദാരോ. മോഹൻജദാരോയിലാണ് ഈ ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. റിവർ വാലി സിവിലൈസേഷൻ ഏത് പീരീഡിലാണ് ഫ്ലറിഷ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചത് ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗത്തിലാണ്. അപ്പോ അത് ഏതൊക്കെ സംസ്കാരങ്ങളായിരുന്നു റിവർ വാലി സിവിലൈസേഷൻ? മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹരപ്പൻ. അപ്പോ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഏതൊക്കെ നദീതടത്തിലാണ് വികാസം പ്രാപിച്ചത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, 2 നദീതടങ്ങളിലാണ്. then അവിടുത്തെ ലിപി എന്ന് പറയുന്നത് അവിടെ വികാസം പ്രാപിച്ച ലിപിയാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. അതെങ്ങനത്തെയായിരുന്നു? വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. അതായത് ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ്. കളിമൺ പ്രതലത്തിലാണ് അത് എഴുതിയിരുന്നത്. എഴുത്ത് പ്രതലം കളിമൺ പ്രതലമായിരുന്നു. ഇനി റിമെയിൻസ് ഓഫ് ദ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സിഗുറാറ്റ്സ് ആണ്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ റിമെയിൻസ് എന്ന് പറയുന്നത് സിഗുറാറ്റ്സ് ആണ്. ഇതിൽ ഉർ എന്നുള്ള സിഗുറാറ്റ് ആണ്
ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നത്. ഉർ എന്ന നഗരത്തിലെ സിഗുറാറ്റ് ആണ് ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്തിലാണ്. ഹൈറോഗ്ലിഫിക്സ് ആണ് ലിപി. ദെൻ ഈ ലിപി എന്ന് പറയുന്നത് ചിഹ്നങ്ങളും അതുപോലെ തന്നെ അക്ഷരങ്ങളും ഒത്തുചേർന്നിട്ടുള്ളതായിരുന്നു. പ്രതലം എന്ന് പറയുന്നത്, എഴുതാൻ ഉപയോഗിച്ച പ്രതലം പാപ്പിറസ് ആൻഡ് വുഡ് ആയിരുന്നു. ഇനി അവിടുത്തെ അതിന്റെ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ മെയിൻ റിമെയിൻസ് എന്ന് പറയുന്നത് പിരമിഡ്സ് ആണ്. അതിലെ ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് ഗിസയിലെ പിരമിഡ് ആണ്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡ്. ഇനി ചൈനീസ് സിവിലൈസേഷൻ ഏത് റിവർ വാലിയിലാണ് വികാസം പ്രാപിച്ചത്? ഹൊയാങ്ഹോ. ഇനി ബ്രോൺസ് ഏജിൽ ഉണ്ടായിരുന്ന ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് കുറച്ച് വേരിയേഷൻസിലോട് കൂടിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി ഹരപ്പൻ സിവിലൈസേഷൻ എവിടെയായിരുന്നു? ഇന്ത്യയിലും പാകിസ്ഥാനുമാണ് മേജർ സൈറ്റ്സ്. ഇൻഡസ് എന്നുള്ള അല്ലെങ്കിൽ സിന്ധു നദീതടത്തിലാണ് വികാസം പ്രാപിച്ചത്. ആൻഡ് ദീസ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ദെൻ അവിടുത്തെ മെയിൻ റിമെയിൻസ് ആണ്, ഹാരപ്പനിലെ മെയിൻ റിമെയിൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്ത് ഇൻ മോഹൻജദാരോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിവർ വാലി സിവിലൈസേഷൻ. ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ നന്നായി തന്നെ ഈ പാഠഭാഗങ്ങൾ പഠിക്കുക. നമ്മളിപ്പോ ഈ പാഠത്തിൽ പഠിച്ചു പോയത് ഓരോ ഏജസിനെ കുറിച്ചാണ്, അതായത് കാലഘട്ടങ്ങളെ കുറിച്ചാണ്. പ്രാചീന ശിലായുഗം, അത് ഈ ഓരോ യുഗങ്ങളും ബേസ് ചെയ്തിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും അവർ ഉപയോഗിച്ച വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോ ഈ യുഗത്തിന് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ യുഗം എന്ന് പറയാം. കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് നമ്മൾ മെയിൻ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ യുഗത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ യുഗം എന്ന് വേണമെങ്കിൽ പറയാം. സോ റിവർ വാലി സിവിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി തന്നെ പോയിന്റ്സ് ഒക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.